ആരും കണ്ടില്ലേ? കാണൂ. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്, ഒരുപാട് ജേർണി ഉണ്ട്. സോ ആ ഒരു അന്വേഷണത്തിൻ്റെ ഒരു ജേർണി തന്നെയാണ്. ഇറ്റ്സ് വെരി വെൽ പ്ലേസ്ഡ് ത്രൂ ഔട്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷെ എല്ലാ ആർട്ടിസ്റ്റിനും ഒരു ജസ്റ്റിഫയബിൾ സ്പേസും സിനിമ കാണുന്ന പ്ലേസ്. അങ്ങനെ എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റും സോ എൻഡിങ് വരെ സീരിയസ്ലി ഐ വി മിസ്ഡ് ഹർ, വി ഓൾ മിസ്ഡ് ഹർ. 80s and 90s കിഡ്സ് ഇത്രയും മിസ് ചെയ്തു ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവരും കാണും. എങ്ങനെ നമുക്ക് നല്ലതെന്നല്ലേ പറയാൻ പറ്റൂ, നമ്മളല്ല പറയുന്നത്, ജനങ്ങൾ. ഞാൻ ഇതിനകത്ത് വളരെ ചെറിയൊരു വേഷം ചെയ്തിരിക്കുന്നത്. സോ എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അതൊക്കെയാണ് പടം മൊത്തത്തിൽ എനിക്ക് ഇഷ്ടമാണ്. ജനങ്ങൾ പറയട്ടെ, അതല്ലേ ഞാൻ പറഞ്ഞത്. ഇവരാണ് ഏറ്റവും വലിയ വേഷങ്ങൾ ചെയ്തത്. ഇതാണ് കുറേ ആർട്ടിസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാവരുടെയും പോർഷൻസ് ഇപ്പോഴാണ് തിയേറ്ററിലാണ് ഫസ്റ്റ് കാണുന്നത്. എങ്ങനെയായിരിക്കും, എന്തൊക്കെയായിരിക്കും, ആരൊക്കെയായിരിക്കും. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് പടം കണ്ടപ്പോഴായിരുന്നു. ഈ ആൾക്കാരാണ് ഇനി വരുന്ന ദിവസങ്ങൾ പ്രേക്ഷകർ പറയുമ്പോഴാണ് നമുക്ക് അറിയുള്ളൂ, അല്ലെങ്കിൽ യഥാർത്ഥ ഒരു ജഡ്ജ്മെൻറ്റ് അപ്പോഴല്ലേ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ പടത്തിൽ അഭിനയിച്ച ആൾക്കാരെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സംസാരിക്കാൻ പറ്റുള്ളൂ. ആൾക്കാരുടെ ശരിക്കുള്ള ഒപ്പീനിയൻ ഒരു രണ്ട് ദിവസം വേണ്ട, ഇന്ന് രാത്രി ആകുമ്പോഴും അറിയാം. അപ്പം അതിനു വേണ്ടി കാത്തിരിക്കുന്നു. ഈ മുടിയൊക്കെ മുറിച്ച് വേറെ ഗെറ്റപ്പിലാണല്ലോ വന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു IPS ഓഫീസറായിട്ടാണ് ഞാൻ. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഡിഫറൻസ് ലുക്ക് വൈസ് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു പുതിയ ലുക്കിലും കാര്യത്തിലൊക്കെ? ലുക്കൊക്കെ കൊള്ളായിരുന്നു. ബിഗ് സ്ക്രീനിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് എനിക്കാണ് ഇഷ്ടപ്പെട്ടത്. ഈ പ്രേക്ഷകർ വേണം പറയാൻ അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം അതിന് എല്ലാത്തിനും വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അവരുടെ അഭിപ്രായം കേൾക്കാനായിട്ട്. ടീമായിരുന്നു മൊത്തത്തിൽ. ചില ആൾക്കാരുണ്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തൂക്കിക്കൊല്ലാൻ വിളിക്കും. അത് മാത്രം ജഡ്ജിക്ക് പറയാനുള്ളൂ അല്ലേ? ജഡ്ജിക്ക് എന്താ പറയണം? ജഡ്ജി മര്യാദയ്ക്ക് മീഡിയക്കാണ് ക്യാപ്ഷനൊക്കെ ഇട്ടില്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ വിളിക്കും. അതാണ് ജഡ്ജിക്ക് വേണ്ടെന്ന് വെക്കും. ജഡ്ജി മാറ്റി മാധ്യമങ്ങൾക്കൊന്നും ഒന്നും കൂടെ ഒന്ന് ശരിയാവാനുണ്ട്. സിനിമ കണ്ട് ഞെട്ടിയോ? സിനിമ കണ്ട് ഞെട്ടിയോ? ഒരാൾ പറയുന്നതിന് കീഴെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളത് നമുക്ക് പ്രാവർത്തികമാണ്. നമ്മൾ എന്താണോ പുറത്തേക്ക് അതാണ് ആക്ച്വലി ആൾക്കാർ മനസ്സിലേക്ക് അറിഞ്ഞത്. നന്നായി. അതൊക്കെ നല്ല ഫീലിങ്സ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. എന്റെ കാര്യം ചോദിക്കും. ഇപ്പോൾ കണ്ടില്ല സിനിമ. ഇതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രം എന്നെയൊക്കെ കണ്ടിട്ട് ഓഡിയൻസിന്റെ കൂടെ സിനിമ കണ്ടപ്പോൾ എക്സ്പീരിയൻസ് എല്ലാവരും കാണാം. തിയേറ്ററിൽ അതാണ് പറയുന്നത്, തിയേറ്ററിൽ വന്നിരുന്ന് കാണണം. അടിപൊളി. അത് ഏത് പടമായാലും തിയേറ്ററിൽ പോയി തന്നെ കാണും. എന്നാലും അതിൻ്റെ ഒരു ഫീൽ കിട്ടും. എല്ലാവരും തിയേറ്ററിൽ പോയിരുന്ന എല്ലാ പടവും അത് അടിപൊളി. ഈ പടം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ സെറ്റിൽ വളരെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. ഞാൻ ഇത്രയും നന്നായിട്ട് ഒരു സെറ്റിൽ ഇത്രയും ഫ്രീ ആയിട്ട് ഒരു സെറ്റിൽ നിന്നിട്ടില്ല. സാറായാലും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നന്നായിട്ട് ആർട്ടിസ്റ്റുകളെ ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റുന്നത് ഭയങ്കര പാടാണ്. അതൊരു വലിയ കാര്യം. പിന്നെ ചേച്ചിയുടെ ഒരു മേനിഷാദിക്കയുടെ ഒരു നല്ലൊരു പ്രോജക്റ്റായിരുന്നു. കാണാൻ ശ്രമിക്കുക. ഒരു പോലീസ് ആക്ഷൻ ക്രൈം ഒരു സബ്ജക്റ്റാണ്. അങ്ങനെ ഒരു സബ്ജക്റ്റ് എല്ലാം നന്നായിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകൾ കാണാൻ പറ്റും. 65 പേരുണ്ടായിരുന്നു. അതൊരു സന്തോഷം. മേനിഷാദിക്കയുടെ നല്ലൊരു ഇൻസ്പിറേഷൻ കൊണ്ടുകൊണ്ട് ഒരു റിയൽ സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കഥയാണ്. ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗ് തോന്നിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ അന്വേഷണത്തിൻ്റെ തുടക്കമാണ്.
സെക്കൻഡ് ഹാഫ് എന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുണ്ട്. ഒരിക്കലും ലാഗായിട്ട് തോന്നിയിട്ടില്ല സെക്കൻഡ് ഹാഫ്. അതിൽ സ്റ്റണ്ട്, വാണിവിഷൻ, അതിൻ്റെ തിരിച്ചുവരവ് എല്ലാം നന്നായിട്ടുണ്ട്. ഏകദേശം 70ഓളം ആർട്ടിസ്റ്റുകൾ അതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. ദുബായ്, പൊള്ളാച്ചി, പഞ്ചാബ്, കുറേ സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ക്യാമറ വർക്ക്, ബാക്ക്ഗ്രൗണ്ട് എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. മൊത്തത്തിൽ ഫിലിം സൂപ്പറാണ്. ഓഡിയൻസിനോട് എങ്ങനെ പറയാൻ എങ്ങനെയുള്ള ജോണറിലെ പടം കാണാൻ എങ്ങനെ മാസ് പടം കാണാൻ എങ്ങനെ പറയാൻ ഒരു അടിപൊളി പടമാണ്. എല്ലാവരും കാണണം. നല്ലൊരു ഇതുവരെ കണ്ടെത്തിയതിലും വ്യത്യസ്തമായിട്ടുള്ളൊരു നല്ലൊരു മൂവിയാണ്. എല്ലാവരും കാണാം. നിഷ സാറിൻ്റെ പുതിയ സിനിമ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. സാറിന് തുടക്കം ഇത് ഭയങ്കര ത്രില്ലാണ്. കാരണം വെച്ചാൽ സാറിന് എല്ലാ സിനിമകളും വ്യത്യസ്തമായ പ്രമേയമാണ്. ഇതിൽ നിന്നൊരു ഒരുപാട് പ്രത്യേകതയുണ്ട്. വാണി വിശ്വനാഥ് ചേച്ചി ഒരു തിരിച്ചറിവ് തന്നെ നടത്തിയേക്കാണ്. വാണി വിശ്വനാഥ് ചേച്ചി, പിന്നെ അതുപോലെ തന്നെ ഷൈൻ ടോൺ ചാക്കോ, എല്ലാവരും മുന്നിൽ നിന്ന് വെച്ചാൽ പിന്നെ അതിൽ സുധീഷേട്ടൻ നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സെൻറ്റിമെൻസ് നിന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഒരു പാട്ടാണെങ്കിൽ നമ്മൾ അറിയാണ്ട് കണ്ണ് നിറഞ്ഞു പോകും. പിന്നെ എല്ലാവരും പറയുന്നത് വാണി ചേച്ചി ഇനി തിരിച്ചു വരുന്നത് തന്നെയാണ് പറയുന്നത്. നല്ല